അങ്ങനെ നാളെ മുതൽ രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. നാളത്തെ പരീക്ഷ അറിയാലോ, ഇംഗ്ലീഷിൻ്റെ കോമൺ പേപ്പറായിട്ടുള്ള റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രസി ആൻഡ് ഫ്രീഡം. ഫസ്റ്റത്തെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ പി സായിനാഥിൻ്റെ വെൻ സലിഹാൻ ടുക്ക് ഓൺ ദ രാജ്. സെക്കൻഡ് വർക്ക് പഠിക്കാനുള്ളത് സമീർ ടാൻഡിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. ആൻഡ് ദ തേർഡ് വൺ ഈസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1ൻ്റെ എബൌട്ട് ദ ടെക്സ്റ്റ് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയുന്ന തരത്തിലായിരിക്കും. നിങ്ങൾക്കതിൻ്റെ സമ്മറി അറിഞ്ഞാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ഓർത്തിരിക്കാനും പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതാനും സാധിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ വെൻ സലിഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന ഒരു വർക്കാണ്. ഇത് ബേസിക്കലി ഒരു ആർട്ടിക്കിളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പീപ്പിൾസ് ആർക്കൈവ് ഓൺ റൂറൽ ഇന്ത്യ അഥവാ പാരി, PARI. ഈ വർക്കിലൂടെ പി സായിനാഥ് കാണിക്കുന്നത് അത്രയധികം അറിയപ്പെടാത്ത അല്ലെങ്കിൽ ലെസർ നോൺ ദേമാദി ദേ സബാസ് എന്ന സാലിഹാനെ കുറിച്ചിട്ടാണ്. അവരുടെ ലൈം ലൈറ്റിലേക്കുള്ള ഒരു വരവിനെ കുറിച്ചിട്ടാണ്. സായിനാഥ് ഈ വർക്കിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒഡീഷ എന്ന സംസ്ഥാനത്തെ സബർ ട്രൈബിലത്തെ ഒരു ആദിവാസിയാണ് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള സലിഹാൻ. സ്വന്തം വില്ലേജിലുണ്ടായ ഒരു ക്രാക്ക് ഡൗണിന് ഒരു കൂട്ടം സ്ത്രീകളോട് കൂടി അതിൽ മുൻപന്തിയിലായിട്ട് വന്നത് നമ്മുടെ സാലിഹാനാണ്. ബ്രിട്ടീഷ് പോലീസ് നേരിട്ട ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ചരിത്ര താളുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. മാർജിനലൈസ് സൊസൈറ്റി അഥവാ ആദിവാസി ഗ്രൂപ്പൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അത് പലപ്പോഴും മറ്റുള്ളവർ കാണാറില്ല, സൊസൈറ്റി അത് അംഗീകരിക്കാറുമില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അൺസങ് ഹീറോസ് ഓഫ് അവർ സൊസൈറ്റി ഓർ അൺസങ് ഹീറോസ് ഓഫ് അവർ ഇന്ത്യൻ സൊസൈറ്റി. മാടമ്പിമാരെയും എലൈറ്റ് സൊസൈറ്റിയെയും പ്രിവിലേജ്ഡ് സൊസൈറ്റിയെയും ആദരിക്കുന്ന മീഡിയ ഇങ്ങനെയുള്ള ചെറുത്തുനിൽപ്പുകളെ മൊത്തമായി അവഗണിക്കാറാണ് പതിവ്. അതിവിടെയുമുണ്ട്. അതിനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പി സായിനാഥ്. പി സായിനാഥ് ഈ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത് ഒരു ചെറിയൊരു കവിതയിൽ കൂടിയാണ്. ആ കവിതയിൽ മുഖ്യ പ്രമേയം എന്ന് ചോദിക്കുകയാണെങ്കിൽ സലിഹാനും പൊളിറ്റിക്സ് ഓഫ് മീഡിയ ആണ്. മീഡിയ, മാസ് മീഡിയ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെ, അൺസങ് ഹീറോസിനെ അവഗണിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നത്. രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ് ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി. ഇതിൽ ഡെമോക്രസിയെ സ്പീക്കറായിട്ടുള്ള ടാൻഡി വൺ ഓഫ് ദി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള പേഴ്സോണിഫിക്കേഷനിലാണ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യത്തെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അംഗഭംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നാണക്കേട് സംഭവിച്ചിട്ടുണ്ട്. റീഡറായിട്ടുള്ള ടാൻഡി ഈ കാര്യങ്ങളൊക്കെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഡെമോക്രസി അഥവാ ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലാണെന്നാണ് പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പോഴും ജനാധിപത്യം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റീസ്, ദെൻ ഒപ്രഷൻ ഒക്കെ ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശരിക്കുള്ള ജനാധിപത്യത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒരു സ്വാദ് ഇന്നും അറിഞ്ഞിട്ടില്ല പല ആൾക്കാരും. അതിനെക്കുറിച്ചിട്ടൊക്കെ കവിയോടെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നത് ഒരു ആസാമീസ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ടാൻഡിയാണ്. ഇതാണ് രണ്ടാമത്തെ വർക്കിൽ പറയുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളത്തെ മൂന്നാമത്തെ വർക്കാണ് നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റു തൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് നടന്നിരിക്കുന്ന അറിയാലോ, 1946 ഡിസംബർ 13. ഈ വർക്കിൽ കൂടി നെഹ്റു പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്കാണ്. നെഹ്റു ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുടെ പരമപ്രധാനമായ നിയമസംഹിതയായിട്ടുള്ള ഭരണഘടനയെ കുറിച്ചിട്ടാണ്. ഈ ഭരണഘടന എന്ന് പറയുകയാണെങ്കിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഫ്രെയിംവർക്കാണ്. പിന്നെ നമുക്ക് വേണ്ട പല തരത്തിലുള്ള ഗൈഡിങ് ഫിലോസഫിയും തരുന്നുണ്ട്. ഈ റെസൊല്യൂഷൻ ഒറ്റക്കെട്ടായിട്ട് യുനാനിമസ്ലി അഡോപ്റ്റ് ചെയ്യുന്നത് 1946 ഇന്ത്യയുടെ ആത്മാവും സ്പിരിറ്റും ഒക്കെ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടി കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും സംഭാവനകളാണ്. അതിൽ മുഖ്യമായൊരു പങ്ക് കൊടുത്തിട്ടുള്ള ഒരാളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സായിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി 1946 ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ ഭരണഘടന
എന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും സംഭാവനകൾ ഉണ്ടായിരിക്കും. നെഹ്റു തൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ കൂടി പല റെസൊല്യൂഷൻസ് കൊണ്ടുവരികയും അത് പിന്നീട് ഭരണഘടനയുടെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ വർക്കിൽ പറയുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ അത്യാവശ്യം നമുക്ക് സമ്മറി അറിയാമെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് പാസ്സാവാൻ സാധിക്കും. ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ബാക്കിയുള്ള 3 മോഡ്യൂൾ കൂടി നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.